വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് നോട്ടീസ് നൽകിയതായിട്ടാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഇപ്പോൾ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ അടൂർ പ്രകാശ് അതേപോലെ തന്നെ മറ്റ് നേതാക്കളുമോടൊക്കെ നിൽക്കുന്ന ഫോട്ടോകൾ, ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ ആരെയൊക്കെ മൊഴിയെടുക്കണം, ആരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യണം എന്നൊരു പട്ടിക SIT തയ്യാറാക്കിയിരുന്നു. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അല്ലെങ്കിൽ ഉള്ള ബന്ധം അതടക്കമുള്ള കാര്യങ്ങളാകും SIT ചോദിച്ചറിയുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശിച്ചു. അതേപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ അടൂർ പ്രകാശുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാനാണ് നിലവിലിപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. GK നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രം. പോറ്റിയുടെ സുഹൃത്തുക്കളായിരുന്ന രമേശ് റാവു, അനന്ത സുബ്രഹ്മണ്യം ഇവരൊക്കെ ഉൾപ്പെടുന്ന ചിത്രം ഉണ്ടാവുകയും ഇതിൽ അടൂർ പ്രകാശിന് മറുപടി പറയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധം, സാമ്പത്തിക ഇടപെടലുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചാണല്ലോ SITയുടെ അന്വേഷണം. അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? GK ഉറപ്പായിട്ടും. കാരണം രണ്ടു കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ചില കാര്യങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ, അതായത് ശബരിമലയല്ല അതിന് പുറത്തേക്ക് അവർ തമ്മിൽ ചില കാര്യമായ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല ചില ചിത്രങ്ങൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അടൂർ പ്രകാശ്, സോണിയാഗാന്ധി ഉൾപ്പെടെ അങ്ങോട്ട് നീളുന്ന ചില ചിത്രങ്ങൾ അടക്കം SIT ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്നു. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരുടെയും മൊഴിയെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏറ്റവും ഒടുവിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം, ശബരിമല ഹൈക്കോടതിയിൽ കൊടുത്തതിന് ശേഷം ചില ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചതായിട്ടാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അടൂർ പ്രകാശിലേക്ക് ചോദ്യം ചെയ്യൽ നീണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുക. നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരുടെ മൊഴി സമാനമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് കൂടി അന്വേഷണ സംഘം പോകുന്നത്. രാഷ്ട്രീയ വിവാദം, അതായത് രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഹൈക്കോടതി SITയോട് നിർദ്ദേശമായി നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നിലവിലെ ചോദ്യം ചെയ്യലിലെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും.